നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആർട്ടിക്കിൾ 25 മുതൽ ആർട്ടിക്കിൾ 28 വരെയാണ് നോക്കുന്നത്. ഓരോ ആർട്ടിക്കിളുകളും വളരെ വിശദമായിട്ട് നോക്കുന്നുണ്ട്. ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ പറയുന്നത് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ പറ്റിയിട്ടാണ് കേട്ടോ. ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇവിടെ പ്രധാനമായ ഒരു പോയിന്റ് നമ്മൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, മതേതരത്വം എന്ന വാക്കിനെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത് 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് കേട്ടോ. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ഭാഗമായിട്ട് മതേതരത്വം എന്ന വാക്ക് കൂട്ടിച്ചേർത്തത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ആർട്ടിക്കിൾ 25 എന്താണെന്ന് നോക്കാം. ആർട്ടിക്കിൾ 25 പറയുന്നത് എന്താണ്? സ്വതന്ത്രമായി ഏതു മതത്തിലും വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യമാണ് ആർട്ടിക്കിൾ 25(1) ഇന്ത്യൻ പൗരന്മാർക്ക് നൽകുന്നത്. എന്താണ് ആർട്ടിക്കിൾ 25(1) നൽകുന്നത്? ഏതു മതത്തിലും വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യമാണ് ആർട്ടിക്കിൾ 25(1). ഈ ഒരു അവകാശമില്ലേ, ഈ ഒരു അവകാശം ഇന്ത്യൻ പൗരന്മാർക്കും വിദേശികൾക്കും അനുവദനീയമായ അവകാശമാണ്. ഏതൊരു മതത്തിൽ വിശ്വസിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും ആചരിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും എല്ലാം ഉള്ള അവകാശം എന്താണ്? ആർട്ടിക്കിൾ 25(1) പറയുന്നുണ്ട്. ഇത് ഇന്ത്യൻ പൗരന്മാർക്കും വിദേശ പൗരന്മാർക്കും ഒരുപോലെ ലഭിക്കുന്നൊരു അവകാശം കൂടിയാണ്. നമുക്ക് ആർട്ടിക്കിൾ 26 നോക്കാം. ആർട്ടിക്കിൾ 26 പറയുന്നത് മതവിഭാഗങ്ങൾക്ക് മതജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നോക്കി നടത്തുന്നതിനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്താണ്? മതവിഭാഗങ്ങൾക്ക് മതജീവകാരുണ്യ സ്ഥാപനങ്ങളൊക്കെ സ്ഥാപിക്കുന്നതിനും അത് നോക്കി നടത്തുന്നതിനുമുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നാണ് ആർട്ടിക്കിൾ 26 പറയുന്നത്. അതുപോലെ മതപരമായ ആചാരങ്ങൾ തീരുമാനിക്കുവാനുള്ള അവകാശം അതാതു മതങ്ങൾക്ക് നൽകുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 26. എന്താണ്? മതപരമായ ആചാരങ്ങൾ തീരുമാനിക്കുവാനുള്ള അവകാശം അതാതു മതങ്ങൾക്ക് നൽകുന്ന അനുച്ഛേദമാണ് ഏത്? ആർട്ടിക്കിൾ 26. ഒന്നും കൂടി വ്യക്തമായിട്ട് പറഞ്ഞു തരാം. മതപരമായ ആചാരങ്ങൾ തീരുമാനിക്കുവാനുള്ള അവകാശം അതാതു മതങ്ങൾക്ക് നൽകുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 26. ഇനി നമുക്ക് ആർട്ടിക്കിൾ 27 പോയാലോ. എന്താണ് ആർട്ടിക്കിൾ 27 പറയുന്നത്? ആർട്ടിക്കിൾ 27 പറയുന്നത് ഏതെങ്കിലും മതത്തിൻ്റെയോ മതവിഭാഗത്തിൻ്റെയോ വിപുലീകരണത്തിനോ പരിപാലനത്തിനോ വേണ്ടി ഒരു വ്യക്തിയും നികുതി അടയ്ക്കാൻ നിർബന്ധിതരല്ല. എന്താണ്? ഏതെങ്കിലും ഒരു മതം, ആ മതത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മതവിഭാഗത്തിൻ്റെ വിപുലീകരണത്തിനോ പരിപാലനത്തിനോ ഒന്നും വേണ്ടി ഒരു വ്യക്തിയും നികുതി അടയ്ക്കാനായിട്ട് നിർബന്ധിതരല്ല. ഇപ്പം എന്നോട് പറയുകയാണ് നാളെ ഒരാൾ, ഞാൻ ഏത് മതത്തിലാണോ വിശ്വസിക്കുന്നത് ആ മതത്തിൻ്റെ വിപുലീകരണത്തിന് വേണ്ടിയിട്ട് നികുതി അടയ്ക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ നികുതി അടയ്ക്കാൻ നിർബന്ധിത അല്ല എന്നാണ് ആർട്ടിക്കിൾ 27 പറയുന്നത്. എന്നാൽ തീർത്ഥാടകർക്ക് ചില പ്രത്യേക സേവനങ്ങളോ സാഹചര്യങ്ങളോ ഒക്കെ ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് അവരിൽ നിന്നും ഫീസൊക്കെ ഈടാക്കാറുണ്ട് ഇല്ലേ? നമ്മൾ കണ്ടിട്ടില്ലേ പല തീർത്ഥാടന കേന്ദ്രങ്ങളും അവർക്ക് നൽകുന്ന ചിലപ്പോൾ എന്താണ്, ക്യൂ നിൽക്കാതെ തൊഴുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ എന്തെങ്കിലും പ്രസാദങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾക്ക്, വഴിപാടുകൾക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ഫീസ് ഈടാക്കാറില്ലേ? അത് നിയമ തടസ്സമൊന്നുമില്ല അതിന് വേണ്ടിയിട്ട്. അല്ലാതെ ഒരു വ്യക്തി എന്താണ്, ഒരു മതത്തിൻ്റെ പോഷണത്തിന് വേണ്ടിയിട്ട് നികുതി അടയ്ക്കണം എന്ന് പറയാൻ പാടില്ല. മറിച്ച് തീർത്ഥാടകർക്ക് ചില പ്രത്യേക സേവനങ്ങളോ സാഹചര്യങ്ങളോ ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് അവരിൽ നിന്നും ഫീസ് ഈടാക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അതാണ് ആർട്ടിക്കിൾ 27 പറയുന്നത്. അതുപോലെ മതപരമായ ചില ഒത്തുചേരലുകളൊക്കെ ഇല്ലേ, അതിന് മിതമായ നിരക്കിൽ ഫീസ് ഈടാക്കാവുന്നതാണ്. അതിനും തെറ്റൊന്നുമില്ല. ഉദാഹരണമായിട്ട് ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലെ ഉത്സവമോ അങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടിയൊക്കെ നടക്കുമ്പോൾ എന്താണ് അവിടെ അതിൽ വിശ്വസിക്കുന്ന ജനതയിൽ നിന്നും ചെറിയ ഫീസൊക്കെ ഈടാക്കും. എന്തിനാ? അതിന് വേണ്ട സ്റ്റേജ് കെട്ടുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവിടെ ഒരു പരിപാടി നടത്തുമ്പോൾ അതിൽ ഗസ്റ്റിനെ വിളിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒത്തുചേരുമ്പോൾ ഭക്ഷണം നൽകുന്നതിന് വേണ്ടിയിട്ടൊക്കെ ചെറിയൊരു തുകയൊക്കെ ഈടാക്കാറില്ലേ? അത്തരം കാര്യങ്ങളിലൊന്നും തെറ്റില്ല. മറിച്ച് എന്താണ് തെറ്റ്? ഏതെങ്കിലും മതത്തിൻ്റെയോ മതവിഭാഗത്തിൻ്റെയോ ഒക്കെ വിപുലീകരണത്തിനും പരിപാലനത്തിനും ഒക്കെ വേണ്ടിയിട്ട് എന്താ, ഒരു വ്യക്തിയും നികുതി അടയ്ക്കാൻ പാടില്ല, നികുതി അടയ്ക്കാൻ അവരെ നിർബന്ധിതരാക്കാനും പാടില്ല എന്നാണ് ആർട്ടിക്കിൾ 27 പറയുന്നത്. നമുക്കിനി ആർട്ടിക്കിൾ 28 ഒന്ന് നോക്കാം. ആർട്ടിക്കിൾ 28 പറയുന്നത്
ഗവൺമെൻറ് നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മത ആചാരങ്ങൾ നടത്താനോ മതാചാരങ്ങൾ നിർബന്ധമാക്കാനോ പാടില്ല എന്നാണ് ആർട്ടിക്കിൾ 28(1) പറയുന്നത്. എന്താണ്? ഗവൺമെൻറ് നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഗവൺമെൻറ് നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മതത്തിൻ്റെ പോഷണത്തിന് വേണ്ടിയിട്ട് മത ആചാരങ്ങൾ നടത്താനോ അല്ലെങ്കിൽ മതാചാരങ്ങൾ ഇവിടെ നിർബന്ധമായിട്ട് നടത്തണം എന്ന് പറയാനോ ഉള്ള അവകാശം ആർക്കുമില്ല. ഗവൺമെൻറ് നടത്തുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതുപോലെ ആർട്ടിക്കിൾ 28(2) പറയുന്നൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഭരണം നടത്തുന്നതും എന്നാൽ മതപരമായ ബോധനം ആ സ്ഥാപനത്തിന് നൽകണമെന്ന് ആവശ്യപ്പെടുന്ന ഏതെങ്കിലും എൻഡോമെൻറ്റിൻ്റെയോ ട്രസ്റ്റിൻ്റെയോ കീഴിൽ സ്ഥാപിച്ചിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ നിർദ്ദേശങ്ങളും മതപരമായ ആരാധനകളും നടപ്പിലാക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മനസ്സിലായോ? എന്താണ്? ഇപ്പോൾ ഒരു രാഷ്ട്രം ഭരണം നടത്തുന്നതും എന്നാൽ മതപരമായ ബോധനം ആ സ്ഥാപനത്തിന് നൽകണമെന്ന് ആവശ്യപ്പെടുന്ന ഏതെങ്കിലും ഒരു ട്രസ്റ്റിൻ്റെയോ ഒക്കെ കീഴിൽ സ്ഥാപിച്ചിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. അവിടെ മതപരമായ നിർദ്ദേശങ്ങളും മതപരമായ ആരാധനകളും നടപ്പിലാക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിന് വിലക്കൊന്നുമില്ല. അതാണ് ആർട്ടിക്കിൾ 28(2) പറയുന്നത്. ആർട്ടിക്കിൾ 28(3) പറയുന്നത് എന്താണ്? ആർട്ടിക്കിൾ 28(3) പറയുന്നത് സ്റ്റേറ്റ് ഫണ്ട് കൊണ്ട് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നടത്തുന്ന മതപരമായ പ്രബോധനത്തിൽ പങ്കെടുക്കാതിരിക്കാൻ ഏതൊരു വിദ്യാർത്ഥിക്കും അവകാശമുണ്ട്. എന്താണ്? സ്റ്റേറ്റിൻ്റെ ഫണ്ട് കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനം അവിടെ നടത്തുന്ന മതപരമായ പ്രബോധനത്തിൽ പങ്കെടുക്കാതിരിക്കാൻ ഏതൊരു വിദ്യാർത്ഥിക്കും അവകാശമുണ്ട്. അതൊരു കമ്പൽസറിയാണ്. പങ്കെടുത്തേ പറ്റൂ എന്ന ആ സ്ഥാപനത്തിൽ നിന്ന് പറഞ്ഞാൽ അതിൽ പങ്കെടുക്കാതിരിക്കാനുള്ള അവകാശം ഓരോ വിദ്യാർത്ഥിക്കും ഉണ്ടെന്നാണ് ആർട്ടിക്കിൾ 28(3) പറയുന്നത്. ഇപ്പോൾ കുട്ടി മൈനർ ആണെങ്കിൽ രക്ഷകർത്താവിൻ്റെ അനുവാദത്തോടെ മാത്രമേ കുട്ടിയെ മതപ്രബോധന ക്ലാസ്സിൽ പങ്കെടുപ്പിക്കാവൂ എന്നും ആർട്ടിക്കിൾ 28(3) പറയുന്നുണ്ട്. എന്താണ്? കുട്ടി മൈനർ ആണെങ്കിൽ രക്ഷകർത്താവിൻ്റെ അനുവാദത്തോടെ മാത്രമേ കുട്ടിയെ മതപ്രബോധന ക്ലാസ്സിൽ പങ്കെടുപ്പിക്കാവൂ എന്ന് ആർട്ടിക്കിൾ 28(3) പറയുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഫണ്ട് കൊണ്ട് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നടത്തുന്ന മതപ്രബോധനത്തിൽ പങ്കെടുക്കാതിരിക്കാൻ ഓരോ വിദ്യാർത്ഥിക്കും എന്താണ്? അവകാശമുണ്ടെന്നും ആർട്ടിക്കിൾ 28(3) പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 28 പറയുന്നത്. നമുക്ക് ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് പറയുകയാണെങ്കിൽ ആർട്ടിക്കിൾ 25(1) പ്രധാനമായിട്ട് പറയുന്നത് സ്വതന്ത്രമായി ഏതു മതത്തിലും വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും ഒക്കെ ഉള്ള അവകാശം ആണ് ആർട്ടിക്കിൾ 25(1) പറയുന്നത്. ആർട്ടിക്കിൾ 26 പറയുന്നത് മതവിഭാഗങ്ങൾക്ക് മതജീവകാരുണ്യ സ്ഥാപനങ്ങളൊക്കെ സ്ഥാപിക്കുന്നതിനും നോക്കി നടത്തുന്നതിനുമുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 27 പറയുന്നത് ഏതെങ്കിലും മതത്തിൻ്റെയോ മതവിഭാഗത്തിൻ്റെയോ വിപുലീകരണത്തിനോ പരിപാലനത്തിനോ വേണ്ടി ഒരു വ്യക്തിയും നികുതി അടയ്ക്കാൻ നിർബന്ധിതരല്ല എന്നാണ് ആർട്ടിക്കിൾ 27 പറയുന്നത്. ആർട്ടിക്കിൾ 28 പറയുന്നത് ഗവൺമെൻറ് നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതാചാരങ്ങൾ നടത്താനോ മതാചാരങ്ങൾ നിർബന്ധമാക്കാനോ പാടില്ല. രാഷ്ട്രം ഭരണം നടത്തുന്നതും എന്നാൽ ഏതെങ്കിലും ട്രസ്റ്റിൻ്റെ ഒക്കെ കീഴിലുള്ള സ്ഥാപനമാണെങ്കിൽ അവിടുത്തെ മതപരമായ നിർദ്ദേശങ്ങളും മതപരമായ ആരാധനകളും നടപ്പിലാക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് ആർട്ടിക്കിൾ 28(2) പറയുന്നുണ്ട്. 28(3) പറയുന്നത് സ്റ്റേറ്റ് ഫണ്ട് കൊണ്ട് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നടത്തുന്ന മതപ്രബോധനത്തിൽ പങ്കെടുക്കാതിരിക്കാൻ ഏതൊരു വിദ്യാർത്ഥിക്കും അവകാശമുണ്ടെന്നാണ് ആർട്ടിക്കിൾ 28(3) പറയുന്നത്. അപ്പം ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ എന്താണ്? മതപരമായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. എന്താണ് ഈ മതേതരത്വം? ഇത് ആദ്യമേ നമ്മൾ പറയേണ്ടതാണ്, പക്ഷെ നിങ്ങൾക്ക് അറിയാമെന്ന് കരുതി എന്നാലും ഒന്നും കൂടി ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ മതേതരത്വം എന്നുകൊണ്ട് ഇന്ത്യൻ കോൺസെപ്റ്റിൽ അർത്ഥമാക്കുന്നത് നമ്മുടെ ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമില്ല. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക.
ഇന്ത്യക്ക് ഒരു ഔദ്യോഗികമായ മതമില്ല. ഒരു മതത്തെയും ഇന്ത്യ പ്രോത്സാഹിപ്പിക്കുന്നുമില്ല. അതുപോലെ എല്ലാ മതങ്ങളെയും ഒരുപോലെ ബഹുമാനിക്കണമെന്നാണ് ഇന്ത്യൻ ഭരണഘടനയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പറയുന്നത്. ഒപ്പം പൗരന് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമുണ്ട് അല്ലേ? ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ അതാണ് പറയുന്നത്. ഓരോ പൗരനും മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമുണ്ട്. അതാണ് ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ പറയുന്നത്. അതോടൊപ്പം ഒരു പൗരൻ അവൻ സ്വീകരിച്ച മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവനോട് വിവേചനം കാണിക്കാൻ പാടില്ല. ഞാൻ നിലവിൽ ജനിച്ചു വളർന്നതും എൻ്റെ മാതാപിതാക്കളും ഒരു മതത്തിൽ വിശ്വസിക്കുന്നവരാണ്, ഞാനത് ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ എൻ്റെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്നോട് വിവേചനം കാണിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഞാൻ ജനിച്ചു വളർന്ന മതം മറ്റൊന്നാണ്, പക്ഷെ ഞാൻ വളർന്നു, എനിക്ക് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ വളരെ താല്പര്യം തോന്നി ഞാൻ ആ മതത്തിലേക്ക് മാറുകയാണ്. അതിനുശേഷവും ഞാൻ ഏതു മതം സ്വീകരിച്ചോ അതിൻ്റെ അടിസ്ഥാനത്തിലും എന്നോട് വിവേചനം കാണിക്കാൻ പാടില്ല. അപ്പം എന്താണ്, മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ യാതൊരു വിവേചനവും കാണിക്കാൻ പാടില്ല എന്ന് ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ പറയുന്നുണ്ട്. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നമ്മൾ പറഞ്ഞു തുടക്കത്തിലെ, മതേതരത്വം എന്ന വാക്കിനെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ഭാഗമാക്കിയത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മതേതരത്വം എന്ന പദം ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മതസ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ പറയാനായിട്ടുള്ളത്. കൂടുതൽ ഇൻഫർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം.